ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിക്ക് കാരണമെന്ത് എന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തിയേറുകയാണ്. അതിൽ ആദ്യത്തേത് കേന്ദ്ര സർക്കാരുമായുള്ള ഭിന്നതയെന്ന അഭ്യൂഹമാണ് ശക്തമാകുന്നത്. ഡൽഹിയിലെ വസതിയിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നടപടിയിൽ കേന്ദ്ര സർക്കാരും ഉപരാഷ്ട്രപതിക്കും രണ്ട് ധ്രുവങ്ങളിലായതാണ് ഭിന്നത രൂക്ഷമാക്കിയതെന്നതാണ് വിവരം. ഇംപീച്ച്മെന്റ് നടപടികൾക്ക് മുൻകൈയെടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉപരാഷ്ട്രപതിയെ അറിയിച്ചിരുന്നു. ഇതിനിടെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച പ്രമേയം ധൻഖർ സ്വീകരിക്കുകയായിരുന്നു. ഇത് കേന്ദ്ര സർക്കാരിൽ വലിയ അസംതൃപ്തിയുണ്ടാക്കിയെന്നും അവ മൂർച്ഛിച്ചതോടെ ധൻഖർ പൊടുന്നനെ രാജി പ്രഖ്യാപിച്ചുവെന്നുമാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സ്വന്തം നിലയിൽ പ്രമേയം സ്വീകരിക്കരുത് എന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി തവണ ജഗ്ദീപ് ധൻഖറെ കണ്ടിരുന്നു. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, രാജ്യസഭാ കക്ഷി നേതാവ് JP നദ്ദ തുടങ്ങിയവർ ധൻഖറിനോട് കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി തന്നെ ഇരു സഭകളിലും ഇത്തരത്തിലൊരു പ്രമേയം കേന്ദ്ര സർക്കാർ തന്നെ അവതരിപ്പിക്കുമെന്നും ധൻഖറിനെ അറിയിച്ചിരുന്നു. എന്നാൽ ഇവയ്ക്ക് വില കൊടുക്കാതെ പ്രതിപക്ഷ MP-മാരുടെ പ്രമേയത്തിന് ധൻഖർ പ്രാധാന്യം നൽകിയതാണ് ഇരു കൂട്ടരും തമ്മിലുള്ള ബന്ധം വഷളാക്കിയതെന്നാണ് മറ്റൊരു വിവരം. രാജിക്ക് തൊട്ടു മുൻപ് വരെയും ധൻഖർ പ്രതിപക്ഷ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിൽ യശ്വന്ത് വർമ്മയ്ക്കെതിരായ പ്രമേയവും ചർച്ച ചെയ്തതായാണ് റിപ്പോർട്ട്. എന്നാൽ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ധൻഖർ പുറത്തു പറയാൻ തയ്യാറായിരുന്നില്ല. ഇതോടെ ധൻഖർ പ്രതിപക്ഷത്തിന് അമിത പ്രാധാന്യം നൽകുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു. ഇവയെല്ലാമാണ് രാജിക്ക് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. ഇവയ്ക്കെല്ലാം പുറമെ ചെറിയ പിണക്കങ്ങളും രാജിക്ക് കാരണമായിട്ടുണ്ട് എന്നതാണ് വിവരം. US വൈസ് പ്രസിഡന്റായ GD വൺസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മോദിക്ക് പുറമെ താനും വാൻസുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ധൻഖർ പറഞ്ഞിരുന്നു. ഇതിനെതിരെ കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരുന്നു. കേന്ദ്രമന്ത്രിമാരുടെ ഓഫീസിൽ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കുമൊപ്പം തന്റെ ചിത്രവും സ്ഥാപിക്കണമെന്നും തന്റെ വാഹന വ്യൂഹം ബെൻസ് കാറുകളാക്കി മാറ്റണമെന്നും ധൻഖർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതൊന്നും നടപ്പായിരുന്നില്ല. തുടർന്നുണ്ടായ അതൃപ്തിയും രാജിക്ക് ഒരു കാരണമായിരിക്കുമെന്നും വിവരങ്ങളുണ്ട്. എന്നാൽ ഇവയ്ക്കെല്ലാം പുറമെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ജഗ്ദീപ് ധൻഖർ അടുത്ത രാഷ്ട്രപതി പദം മോഹിച്ചിരുന്നുവെന്നും അതിനായി നടത്തിയ കരുനീക്കങ്ങളാണ് രാജിയിൽ കലാശിച്ചതെന്നും അഭ്യൂഹമുണ്ട്. BJP ക്യാമ്പിൽ നിന്നുമാണ് ഇത്തരം സൂചനകൾ ഉയരുന്നത്. രാജ്യസഭയ്ക്ക് അകത്തും പുറത്തും സർക്കാരിനെതിരെയും പാർട്ടിയെയും പിന്തുണയ്ക്കുന്ന അതിതീവ്ര നിലപാട് സ്വീകരിച്ച ധൻഖറുമായി BJP നേതൃത്വം ഇടയാൻ കാരണം രാഷ്ട്രപതി പദ മോഹമാണെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. ഉപരാഷ്ട്രപതി പദത്തിലെത്തിയ ശേഷം ധൻഖർ സ്വീകരിച്ച BJP അനുകൂല നിലപാടുകൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന പ്രയോഗം ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. ബംഗാൾ ഗവർണർ സ്ഥാനത്ത് നിന്ന് മമതാ ബാനർജിയുമായി ഏറ്റുമുട്ടി പരിവേഷം സൃഷ്ടിച്ച് ഉപരാഷ്ട്രപതി പദവിയിലെത്തിയ ധൻഖർ തന്നെ ഈ സ്ഥാനത്ത് അവരോധിച്ച BJP നേതൃത്വത്തോട് അടുത്ത കാലം വരെ വിധേയത്വം പുലർത്തി. രാജ്യസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ പ്രതിപക്ഷത്തിൽ തന്നെ ഭരണപക്ഷത്തിന് അനുകൂലമായിരുന്നു അദ്ദേഹത്തിന്റെ നടപടികൾ. എന്നാൽ സർക്കാരുമായും പാർട്ടിയുമായും നേരിട്ടുള്ള ഉരസൽ ധൻഖർ തുടങ്ങിയത് സമീപകാലത്താണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. 2 വർഷത്തിന് ശേഷം അടുത്ത രാഷ്ട്രപതി പദത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ NDA സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ധൻഖർ അനൗപചാരികമായി തന്നെ ഉന്നത പാർട്ടി നേതാക്കൾക്ക് മുന്നിൽ ഉന്നയിച്ചെന്ന് BJP വൃത്തങ്ങൾ പറഞ്ഞു. തുടക്കത്തിലെ പാർട്ടി നേതൃത്വം ഈ ആവശ്യം നിരാകരിച്ചതും നടക്കാത്ത കാര്യമാണെന്ന് തുറന്നു പറഞ്ഞതും പാർട്ടി നേതൃത്വം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം സർക്കാരും പാർട്ടിയുമായി ധൻഖർ അകന്നു. കേന്ദ്രത്തിലെ പ്രബലനായ മന്ത്രി ധൻഖറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലെ തർക്കങ്ങൾ ധൻഖർ രോഷാകുലനായതിനു പിന്നിൽ ഇത്തരമൊരു പശ്ചാത്തലവുമുണ്ട്. ഇതിനുശേഷം പദവി രാജിവെക്കുന്നതാണ് ഉചിതമെന്ന നിലയിൽ സർക്കാർ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് ധൻഖറിന് വ്യക്തമായ സന്ദേശം ലഭിച്ചെന്നാണ് മറ്റൊരു സൂചന.